ഹലോ എവരി വൺ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വരും. പലതും പല രൂപത്തിലായിരിക്കാം. എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രൈസിസ് തന്നെയാണ്. ഹ്യൂജ് ലയബിലിറ്റീസ്. അതിൻ്റെ പേരിൽ ആളുകൾ ആത്മഹത്യ പോലും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യേണ്ട ഒരു വ്യക്തി വളരെയധികം സക്സസ്ഫുള്ളായി മാറിയ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും വലിയൊരു സന്തോഷം, ആ ഒരു ഫാമിലി ഇന്ന് ഇൻഡസ് വിവയിലെ 2025 ആദ്യത്തെ റെഡ് കാർപ്പറ്റ് സെലിബ്രേഷൻ, ആ ഒരു ഫാമിലിയാണ് എനിക്ക് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. സോ ലെറ്റ് മീ വെൽക്കം മിസ്സിസ് നൗഷിദ ആൻഡ് മിസ്റ്റർ റാഷിദ്, എക്സിക്യൂട്ടീവ് ബ്ലൂ ഡയമണ്ട്സ് ഓഫ് ഇൻഡസ് വിവ. റാഷി, വെൽക്കം. നൗഷിദ, വെൽക്കം. വളരെ സന്തോഷം നിങ്ങളെ ഇന്ന് ഈ ഒരു പൊസിഷനിൽ ഇവിടെ കാണാൻ പറ്റിയതിൽ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ ചിലപ്പം സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിൽ ഒരു മനുഷ്യായുസ് മുഴുവനും ഹാർഡ് വർക്ക് ചെയ്താൽ പോലും ഒരു പക്ഷേ നേടാൻ പറ്റാത്ത ഒരു വരുമാനം, ആ തുക, അത്രയധികം കടബാധ്യതകളുണ്ടായിരുന്ന ഒരു വ്യക്തി, ഒരു പക്ഷേ ജീവിതം വഴിമുട്ടി ആത്മഹത്യ പോലും ചെയ്യേണ്ടിരുന്നൊരു വ്യക്തി, എ റിയൽ ഇൻസ്പയറിങ് കം ബാക്ക് ടു ലൈഫ്. ഒന്ന് നിങ്ങളെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തോ, എന്നിട്ട് ഈ സ്റ്റോറികളൊക്കെ എനിക്ക് കേൾക്കണം, ഒരുപാട് ആളുകൾക്ക് കേൾക്കണം. വളരെ സന്തോഷം ഈ റെഡ് കാർപ്പറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതും അതുപോലെ സാറ് കൂടെ തന്നെ ഇരിക്കാൻ പറ്റിയതും. എൻ്റെ സ്വന്തം സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മുക്കമാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിൻ്റെ മുൻപ് പ്രവാസിയായിരുന്നു, സൗദിയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഈ അവസരം ഏറ്റെടുക്കുന്നത്. അന്ന് ഏറ്റെടുത്തു. ഇന്ന് സീരിയസ് ആയിട്ട് ചെയ്യാൻ എൻ്റെ മുമ്പിൽ സാറ് പറഞ്ഞ മാതിരി തന്നെ ഈ ഒരു 92 ലക്ഷം രൂപ ഈ കടം എന്നുള്ളൊരു വലിയൊരു സംഭവം മുമ്പിലുണ്ടായിരുന്നു. അപ്പം ഞാൻ മറ്റു പല മേഖലയിലും എന്തായാലും എനിക്ക് കടം വീട്ടാൻ പറ്റില്ല, എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ ജോലി ചെയ്തിട്ടാണെങ്കിലും കഴിയില്ല. നാട്ടിൽ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടൊരു ബിസിനസ് തുടങ്ങിയതാണ് ഇത്രമാത്രം കടക്കാനായിട്ട് എന്നെ മാറ്റിയത്. ഇൻഡസ് വിവ കമ്പനിയുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഒന്ന്, 1 രൂപ പോലും മുതൽ മുടക്ക് വരുന്നില്ല, കിട്ടുന്നത് മൊത്തം പ്രോഫിറ്റുമാണ്. എന്നാൽ എൻ്റെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ബിസിനസ്സായിട്ടും ജോബായിട്ടും നോക്കുകയാണെങ്കിൽ ഏകദേശം 17-ലധികം സംരംഭങ്ങളായിട്ടും ജോലിയായിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഒരുപാട് എനിക്ക് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനായിട്ട് വന്നിട്ടുള്ളത് ഇന്ന് ഇൻഡസ് വിവ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിവ ബിസിനസ് കഴി കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിൽ കിട്ടുന്നത് മൊത്തം പ്രോഫിറ്റാണ്, ഒന്നും ചെയ്യേണ്ടതില്ല, ഫണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അങ്ങനെ ഒരു ട്രഡീഷണൽ ബിസിനസ്സുകൾ പലതും ചെയ്ത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റും ഹ്യൂജ് ലയബിലിറ്റീസിലും നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി, അതെ അതെ, അതും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൈലൈറ്റ് ചെയ്തത് ഈ ഒരു ബിസിനസ് സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ റാഷി തീരുമാനം എടുത്തതിൻ്റെ ഒരു മുന്നിലുള്ളത്, എനിക്ക് തോന്നുന്നത് ആ കടം എന്ന് പറയുന്ന സാധനം അതൊരു വലിയൊരു ബേർഡനാണ് അല്ലേ. അത് ഇനി അങ്ങോട്ട് മേ ബി അത് വീട്ടാൻ ഈ ഒരു മേഖല മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവാണെന്ന്. അതെ അതെ, സാർ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ കടക്കാരനാവുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള ഫണ്ട് എടുത്തിട്ട് അല്ല ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്. മറ്റു പല ആൾക്കാരെയും ഫണ്ട് സ്വരൂപിച്ചിട്ടാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. ഒന്നായിട്ട് പണി കിട്ടിയ സമയത്ത് പിന്നെ എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് വ്യക്തമായ ആൻസർ ഇല്ല. ആകെ എന്താ പറയുക, എങ്ങോട്ട് നോക്കിയാലും ശൂന്യമായൊരവസ്ഥയിൽ നിൽക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ആ സമയത്ത് വിവ ബിസിനസിനെ കുറിച്ച് നോക്കുന്ന സമയത്ത്, ഒന്ന്, എൻ്റെ കയ്യിൽ മുടക്കാനൊന്നുമില്ല, എന്നാൽ ഇതിന് മുടക്കാൻ ഒന്നും വേണ്ടാണ്. അപ്പോൾ അത് ഒരു പോസിറ്റീവ് സൈനായി തോന്നി. രണ്ടാമത്, ഈ മേഖലയിൽ സീരിയസ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കും എനിക്ക് 100% ഉറപ്പ്, ഒരു ഫീൽ കിട്ടി. കാരണം ഒരുപാട് ആൾക്കാർ വിജയിച്ചത് ഞാൻ കാണുന്നുണ്ട്. അതെല്ലാം സാധാരണക്കാരായ വ്യക്തികളും, എന്നാൽ ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, എല്ലാ ആൾക്കാരും ഇതിൽ വിജയിക്കുന്നത് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷനായിട്ട് വിവ ദൈവം തന്നതാണ് ഞാൻ 100% വിശ്വസിക്കാൻ തുടങ്ങി.
ആ വിശ്വാസം ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചു. വിവാഹം കഴിഞ്ഞ് ഒരു പുതിയ ജീവിതം തുടങ്ങിയ സമയത്ത് മേ ബി ചിലപ്പം ഒരു 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 പുതിയൊരു ജീവിതമാണല്ലോ കല്യാണത്തിന് ശേഷം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോയി സഡനായിട്ട് ഇതുപോലെയുള്ള വലിയ ഫിനാൻഷ്യൽ ക്രൈസിസുകളൊക്കെ വന്ന സമയത്ത് എന്താണ് നൗഷീദ സംഭവിച്ചിടത്തോളം എന്തായിരുന്നു അപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്? വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ 4 മാസമാണ് ഒരുമിച്ച് നിന്നത്. പിന്നെ ഗൾഫിലേക്ക് പോയി. അവിടുന്ന് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. തിരിച്ചെത്തിയ സമയത്ത് തന്നെ പോകുന്നത് പ്രശ്നത്തിലാണ് പോകുന്നത്. അത് തിരിച്ചെത്തുമ്പോൾ അതിലും വലിയ പ്രശ്നങ്ങളായിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ പോയി 2-3 വർഷം അങ്ങനെ പോയി. വിവയിലിറങ്ങി കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ സഹിച്ചു. അതിന് ശേഷം ഇപ്പോഴാണ് ഞങ്ങളെ ലൈഫ് ഒന്ന് സെറ്റിലായത്. ഇപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. അന്ന് കുറേ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തി. ശരിക്കും എനിക്കും അറിയേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. എങ്ങനെ ഇത്രയും വലിയൊരു ഹ്യൂജ് ലയബിലിറ്റി സ്വന്തം ഭർത്താവിന് ഉണ്ട് അറിയുമ്പോൾ, ഇപ്പം കുട്ടികളുണ്ട് അല്ലേ, 2 കുട്ടികൾ, കുട്ടികളുണ്ട്, പേരൻസ് ഉണ്ട്, ഇൻലോസ്, രണ്ട് ഫാമിലിയിൽ നിന്നുള്ള പേരൻസും ഉണ്ട്, ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. ഇവരൊക്കെ ഇതിനെ പലപ്പോഴും നമ്മളൊരു ആശ്വസിപ്പിക്കുന്ന രീതിയിലായിരിക്കില്ല പലപ്പോഴും അവരുടെ റോൾ. അതാണ് എനിക്ക് അവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാരണം. എല്ലാവരും തള്ളി പറഞ്ഞ സമയത്ത് വേറെ ആരും കൂടെ നിൽക്കാൻ ആളില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കട്ടക്ക് നിന്ന് കൊടുത്ത്. ഒരു മനുഷ്യന് ഏറ്റവും ഒരു ബലം വേണമല്ലോ എന്നുള്ളൊരിതിൽ ഞാൻ അങ്ങനെ നിന്നു. നിന്നതിൽ ഞങ്ങൾ അങ്ങനെ കയറിപ്പോയതാണ്. ഞങ്ങൾ ആരതും നോക്കില്ല. ശരിക്കും അല്ലേ, എന്താ പറയുക, റാഷിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ശരിക്കും തന്ന ഒരു ബെറ്റർ ഹാഫ്, അത് റിയൽ ബെറ്റർ ഹാഫ് തന്നെയാണ് നമ്മളുടെ ഒരു സ്ട്രെങ്ത് ശരിക്കും. അതെ അതെ അല്ലേ. ഇപ്പം എനിക്ക് എല്ലാവരും മാറ്റി നിർത്തിയ തള്ളി പറഞ്ഞൊരു സമയമായിരുന്നു അത്. കാരണം ഞാൻ ആ സമയത്ത് പല ആൾക്കാരുടെ അടുത്തും പോയിട്ട് എൻ്റെ അവസ്ഥകൾ വിഷമമൊക്കെ പറയും. അപ്പോൾ എല്ലാവരും എൻ്റെ വിഷമം കേൾക്കും, എൻ്റെ കൂടെ കരിയും. സങ്കടപ്പെടാനൊക്കെ ആൾക്കാരുണ്ട്, പക്ഷെ ആർക്കും പ്രോപ്പർ സൊല്യൂഷൻ തരാൻ ഓപ്ഷൻ ഇല്ല. എല്ലാവരും പറയുന്നത് ജിന്ദഗിയിൽ ജോലി, ഗൾഫിലേക്ക് പോവാം എന്നൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയാമെന്നല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് എൻ്റെ കൂടെ കട്ടക്ക് നിന്നത് 1 വൈഫ്, 2 എൻ്റെ ഉമ്മ. ബാക്കി എല്ലാ ആൾക്കാരും, ഉമ്മ ഓൾറെഡി പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ, നമുക്ക് അങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം തന്നെ ഉണ്ടാവും. വൈഫിനാണെങ്കിലും ഇവർ കളിയാക്കിയ ആൾക്കാരുടെ മുമ്പിലൊക്കെ ഒന്ന് ഉഷാറായി കയറി വരണം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആൾ. എന്നാൽ എല്ലാ ദിവസവും ഞാൻ കാരണം ആൾക്ക് വിഷമം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇതെന്തായാലും മാറ്റമുള്ള നിർബന്ധം എനിക്ക് ഉണ്ടാവണം. പല സന്ദർഭങ്ങളിലും എനിക്ക് പ്രഷർ വരുന്ന, സീരിയസ് ആയ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ആളെ പ്രഷർ കുറയും. പലപ്പോഴും ആളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഈ ഒരു ബിസിനസ് എന്താണെന്നുള്ളത് ഇതിൻ്റെ കൂടെ ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോൾ ഇതല്ലാതെ വേറൊരു ബിസിനസ് ചെയ്താൽ എൻ്റെ പ്രശ്നം തീരാൻ എനിക്ക് ബോധ്യം വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് എന്താ പറയുക, വെച്ചടി ഓട്ടോമാറ്റിക്കലി ദൈവം നമ്മളെ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്ന മാതിരി അങ്ങ് വലിയ രീതിയിലേക്ക് അങ്ങോട്ട് വളരെയായിരുന്നു. ഇന്ന് വളരെ പ്രൗഡാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബിസിനസ് ചെയ്യുന്നതും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ പറയുമ്പോൾ ഇവർക്ക് വിവയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അതൊരു കൂട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ പ്രത്യേകിച്ച് ബിസിനസ് അതിലൊരു വിജയം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് തന്നെ നമ്മളതിൽ വർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾക്ക് മൈൻഡ് വേറൊരു കാര്യത്തിലും ഡിസ്റ്റർബ്ഡ് ആകാനും പാടില്ല. ഇപ്പം റാഷിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ആ കടബാധ്യത എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഉണ്ട്. അതിൻ്റെ ചുറ്റുപറ്റിയുള്ള ആളുകൾ വരുന്നതും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഈ ബിസിനസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു സമയത്ത് ഈ ബിസിനസ്സിലേക്ക് കൂടുതൽ എങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റിയെന്ന് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? ഓക്കെ, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഒരു വർണ്ണ ഓട്ടോമാറ്റിക് കാർ ഉണ്ടായിരുന്നു. ഇത് പ്രതിസന്ധിയിലേക്ക് ഞാൻ വീടിനോട് കൂടിയിട്ട് അത് കൊടുക്കേണ്ടി വന്നു. രണ്ടാമതൊരു കാർ ഞാൻ പർച്ചേസ് ചെയ്തു, ചെറിയ വരുമാനമൊക്കെ വന്നപ്പോൾ. അതും 8 മാസം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ, അതും കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയായിരുന്നു. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയുമ്പോൾ ആളുകൾ വരുമ്പോൾ എന്തായാലും കൊടുത്തേ പറ്റും, അവർക്ക് എന്തായാലും അവരത് കൊടുക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ആളുകൾ വല്ല രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഞാൻ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ വിഷമിച്ച് നിൽക്കുന്നത് കൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല. കുറച്ചൊക്കെ ഞാൻ വിഷമിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മനുഷ്യൻ എന്ന രീതിയിൽ എന്തായാലും അതുണ്ടാവുമല്ലോ. പക്ഷേ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി,
ആളുകൾ കുറ്റം പറയുന്നത്, സങ്കടം പറയുന്നത്, പ്രശ്നങ്ങൾ കൂടി വരുന്നത്. പക്ഷെ ഞാൻ മാറി നിന്നതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ സൊല്യൂഷൻ കിട്ടുന്നുമില്ല. ഓൺലി സൊല്യൂഷനായിട്ട് ഞാൻ അന്ന് കണ്ട ഒരു കാര്യമാണത്, ഇൻഡസ്വ ഏറ്റെടുത്ത് ചെയ്താലേ എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. എനിക്കൊരു തിരിച്ചറിവുണ്ടായി. അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി എൻ്റെ കൈ കിട്ടിയ സ്ഥിതിക്ക് ഇനി വേറെ ഒന്നിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുത്താൽ അതും ഉണ്ടാവില്ല ഇതുണ്ടാവില്ല എന്നുള്ള ഒരു തോന്നൽ വന്നു. അതുകൊണ്ട് തന്നെ എന്തൊക്കെ വന്നാലും അത് വന്നോട്ടെ, അത് അതിൻ്റെ വഴിക്ക്. എന്നാൽ എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ ദൈവം എനിക്ക് തന്ന ഈ വഴി ഞാൻ ഇതിലൂടെ വിജയിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവ് വന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ ഈ ഒരു പല ആൾക്കാർ എന്നോട് പറയാറുണ്ട്, ഇത്രയും കടങ്ങളൊക്കെ വന്നിട്ട് എങ്ങനെ പിടിച്ചു നിന്നൊക്കെ. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, ഇത്രയും കടങ്ങളും കാര്യങ്ങളും വന്നതുകൊണ്ടാണ് എനിക്ക് വിവരം വിജയിക്കാൻ പറ്റിയെന്നുള്ളത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മളുടെ ഫോക്കസ് ആ പ്രോബ്ലത്തിലേക്കല്ല വേണ്ടത്, സൊല്യൂഷനിലേക്കാണ് വേണ്ടത്. ഗ്രേറ്റ്. ശരിക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് കേട്ടോ നിങ്ങളുടെ ഈ ഒരു ജേണി. ഇപ്പോൾ ഈ പറഞ്ഞ പ്രതിസന്ധികൾ ആണ് ശരിക്കും പറഞ്ഞാൽ വിവയിൽ വിജയത്തിന് ഒരു ആധാരം തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിവയിൽ വരുന്ന ആ മുമ്പുള്ള ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്? ഞാൻ ഈ കടകളൊക്കെ കയറി നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം വൈഫിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് കുറച്ച് ആൾക്കാർ എന്നെ റൗണ്ട് ചെയ്തു. അപ്പോൾ പൈസ കൊടുക്കാനുള്ള ആരോ പറഞ്ഞു വിട്ടതാണ്, ആരാന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ അവർ വലിയ രീതിയിൽ എന്നെ ഒരു ആക്രമിക്കുന്നൊരു പബ്ലിക്കിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് ആക്രമിക്കുന്നൊരവസ്ഥ സംസാരത്തിലാണെങ്കിലും വലിയ രീതിയിൽ. അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. എന്നെ പ്രതീക്ഷിച്ച എൻ്റെ ഒരു വൈഫുണ്ട്, എനിക്കൊരു മോനുണ്ട് ആ സമയത്ത്. പിന്നെ വീട്ടുകാർക്കും എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ തുടക്കത്തിൽ നമ്മൾ ആരും അറിയിക്കേണ്ട, എങ്ങനെയെങ്കിലും അത് ക്ലിയർ ചെയ്യണമെന്നൊരു പ്ലാനിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെ ദൈവമേ ഞാൻ തിരിച്ച് പഴയതിലേക്ക് തിരിച്ച് കയറാൻ പറ്റും. അന്ന് വിവ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അന്ന് വേണ്ടിയിട്ട് എന്തിട്ടില്ല, വിവനെക്കുറിച്ച് മനസ്സിലാക്കാനോ തയ്യാറായില്ലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ യഥാർത്ഥത്തിൽ വിവ എന്താണെന്നുള്ളതൊന്ന് അറിയണം. പലരും രക്ഷപ്പെട്ടത് സ്റ്റോറികളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ആ ഒരു ചിന്ത വന്നതൊക്കെ അതിന് ശേഷമാണ്. അത് എൻ്റെ ലൈഫിൽ എനിക്ക് എന്താ പറയുക, അത് പറയുമ്പോഴത്തേന് ഞാൻ ആ ഒരു സംഭവത്തിലേക്ക് പോകും. മറക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരവസ്ഥയാണ്. അതെ. ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഓഫ് കോഴ്സ് ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, റൈറ്റ്? അപ്പോൾ ആ ഒരു തുടക്ക സമയത്ത് എങ്ങനെയാണ് അത് അതിജീവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാം. ബിസിനസ് തുടങ്ങിയ സമയത്ത് നമുക്ക് പാർട്ട്നേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ ആ പാർട്ട്നേഴ്സിനെ നമ്മൾ ഇതിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരൊന്നും ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാ ആൾക്കാരും ഒക്കെ അതിൻ്റെതായ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവമില്ലായിരുന്നു. കാരണം നോ എന്ന് പറയുന്ന ആളെ എനിക്ക് ആവശ്യമില്ല. കാരണം യെസ് കിട്ടിയെങ്കിൽ എൻ്റെ പ്രശ്നം തീരും. അപ്പോൾ അതുകൊണ്ട് ആരൊക്കെ നോ പറഞ്ഞാലും അവിടെ ഞാൻ ചിന്തിച്ചൊരു പോയിൻ്റ്, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു, ഇവർക്ക് അതറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരെക്കാളും പവർഫുള്ളാണ് ഞാൻ, അവർക്കറിയാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പണ്ട് മുതലേ എനിക്ക് ഈ ബിസിനസ്സിനോട് ഭയങ്കര ക്രേസാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആവണം. ഇപ്പോൾ എവിടെ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ടല്ലോ, ചില ബിസിനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചെയ്തത് അതിനൊക്കെ കാരണം ജോലിക്ക് എവിടെ നിന്നാൽ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് നിൽക്കാൻ കഴിയില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ആവണം. പിന്നെ എനിക്കറിയാം പ്രീമിയം ലെവലിൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ബിസിനസ്സുള്ള ആൾക്കാരാണ്. ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്നു, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നു, അതെ, പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ വീണ്ടും ജോലി ചെയ്യുന്നു, ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കിട്ടിയാൽ അത് ഫാമിലിയുടെ കൂടെ നിൽക്കുന്നു, ഇങ്ങനെ പോകുന്നതാണ്. പക്ഷേ ബിസിനസ്സുകാരാണെങ്കിലോ എല്ലാ ദിവസവും അവർ അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് ചെയ്യണമെന്ന് അധികം ആഗ്രഹമാണ്. പക്ഷേ ഞാൻ ചെയ്തു നോക്കിയതൊക്കെ ഇപ്പോൾ രാജ്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷേ അതൊന്ന് കയറാൻ വിവ ഉപകാരപ്പെട്ടു. ഒരുപാട് വർഷം വിദേശത്ത് ജോലി ബിസിനസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ സൗദിയിൽ പോയി, ജോലി എന്ന രീതിയിൽ പോയി. അത് വളരെ ഫ്ലോപ്പായിരുന്നു. അത് അവിടെ പോയി 3 മാസം ഒളിവിൽ മാറി നിൽക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. നാട്ടിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് തിരിച്ച് റിട്ടേൺ പോയിരുന്നത്. രണ്ടാമത് ഞാൻ ഒമാനിൽ പോയി. അപ്പോൾ അതും എനിക്ക് ആ ജോലിയായിട്ടൊന്നും മിങ്കിളാവാൻ പറ്റിയില്ല.
കെമിക്കലായിട്ടുള്ള വിഷയങ്ങൾ, അലർജി സംബന്ധമായ വിഷയങ്ങളൊക്കെ വന്നു. അപ്പോൾ അതും ഒഴിവാക്കേണ്ടി വന്നു. മൂന്നാമത് ദുബായിൽ പോയി. ദുബായിൽ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടാണ് പോയത്. അതൊരു 3 മാസം അവിടെ നിന്നിട്ടുള്ളൂ. അതും അവിടെ ചില സാഹചര്യങ്ങളൊക്കെ പറ്റാത്ത അവസ്ഥകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തിരിച്ചു പോരേണ്ടി വന്നു. 4മതാണ് പിന്നെ സൗദിയിൽ പോയിട്ട് ഒന്ന് സെറ്റിലാവുന്നത്. അവിടെ നിന്നാണ് വിവാഹ ബിസിനസ് കിട്ടുന്നത്. അവിടെ നിന്നാണ് ഈ നാട്ടിലുണ്ടായിരുന്ന ബിസിനസ് തുടങ്ങുന്നതും പണി കിട്ടുന്നതും. ഈ പറഞ്ഞ ഒരു സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്തു? ആള് രാവിലെ ഒരു 5 മണി, പുലർച്ചെ 5 മണിക്ക് പോവും. തിരിച്ച് 12 മണിയാകുമ്പോഴാണ് വീട്ടിൽ കയറി വരുന്നത്. അതിന് നടുവിലുള്ള പ്രശ്നങ്ങൾ മൊത്തം എൻ്റെ മേക്കാണ് വരുന്നത്. വീട്ടുകാർ മൊത്തം ഞാൻ ശരിയാക്കാഞ്ഞിട്ടാണ്, എൻ്റെ ഭാഗത്താണ് പ്രശ്നം, ഞാൻ പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടാണെന്നുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് എനിക്കിട്ട് നേരെ കുറേ തിരിയും. ഞാനതൊക്കെ മിണ്ടാണ്ട് നിൽക്കും, ചിരിച്ച് കേൾക്കും. ചിരിക്കേണ്ടടുത്ത് ചിരിച്ചു കൊടുക്കും, അല്ലാത്തടുത്ത് അങ്ങനെ തന്നെ കേട്ട് നിന്ന് അങ്ങനെ പോവും. തിരിച്ചു വരുമ്പോൾ ഞാൻ ആക്ക് കൊടുക്കും. പക്ഷെ ഞാൻ ഉറങ്ങിയിട്ട് വരാമെന്നുള്ള മൈൻഡിലാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ തിരിച്ച് കുറച്ച് എനിക്ക് കിട്ടിയതിൽ പകുതി ഞാൻ കൊടുക്കും, പകുതി ഞാൻ തന്നെ കയ്യിൽ വെക്കും. ഓക്കെ. എനിക്കറിയാം ആൾ എല്ലാം ഹാൻഡിൽ ചെയ്യും എന്നുള്ളത്. പിന്നെ വീട്ടിലാണെങ്കിലും വീട്ടുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല. പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ കാണുന്നത് ഇന്നേ വരെ ഞാൻ എന്തൊക്കെ ചെയ്തു അതൊക്കെ ഇവർക്ക് പണി കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും വലിയൊരു പണി കൊണ്ട് വന്നതല്ലേ. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് എടുത്ത് കൊടുത്ത് കടം വീട്ടിക്കോളി എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു രീതിയിൽ ഭയങ്കര പ്രശ്നങ്ങളായി. സ്വാഭാവികമായിട്ടും പേരൻസിന് ആ ഒരു ഇത് കൺസേൺ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അതിൽ വളരെ ഇപ്പോൾ അവരെ വീട്ടിൽ നിന്നാണെങ്കിലും ഇപ്പം എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ആളെ ഗോൾഡ് എടുക്കും, കറക്റ്റാക്കും, അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യും. സത്യം പറഞ്ഞാൽ അങ്ങനെ വല്ലാത്ത ലോക്കിൽ വന്ന സമയത്ത് ഇപ്പോൾ ആളെ ഫാദർ ആയാലും ആളെ ഫാമിലി ആയാലും അപ്പോൾ അവരും നമ്മളോട് പറ്റാവുന്ന രീതിയിലൊക്കെ അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തു. പിന്നെന്താ പറയുക, എനിക്ക് തോന്നുന്നു ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യും എന്നുള്ളവരൊക്കെ മനസ്സിലാക്കിയെന്ന് തോന്നി. അതിന് മുതൽ അവിടെ നിന്ന് മുതൽ പിന്നെ ആൾക്കാർ മുങ്ങിച്ചാകാൻ പോകുന്നവന് അവസാനമായിട്ട് കിട്ടിയ കച്ചിത്തുരുമ്പ് അല്ലേ. ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തിയപ്പോൾ പിന്നെ ആൾക്കാർ ഒന്നും പറയാതെ അവൻ്റെ പാടെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു രീതിയിലേക്ക് മാറാൻ തുടങ്ങി. അതുവരെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി വലിയ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഇവ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം ഈ ഒരു വിവാഹ ജേണിയിൽ ഇപ്പം ലൈഫ് ഈസ് ഫ്രം ഡാർക്ക്നെസ് ടു ബ്രൈറ്റ്നെസ് അല്ലേ. ഇരുട്ടുന്ന വെളിച്ചത്തിലേക്ക് വന്ന പോലത്തെ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ ഈ ഒരു ജേണിയിൽ ഇന്ന് വരെയുള്ള ആ ജേണിയിൽ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റി? ഞാൻ ദുബായിൽ ജോലിക്ക് പോയിട്ടുണ്ട്. അന്ന് ഞാൻ ദുബായ് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കുറച്ച് 2 മാസം മുമ്പ് ദുബായിൽ 7 ദിവസം ട്രിപ്പായിട്ട് പോയി. ഞാനന്ന് പലരോടും പറഞ്ഞു ഈ ദുബായ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എന്നതുപോലെ ആണ് എൻ്റെ അവസ്ഥ. ഞാൻ ഇതുവരെ ജീവിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജീവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് വിവാഹ ബിസിനസ് ഏറ്റെടുത്ത് എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തതിന് ശേഷം. ഇപ്പോൾ അടിപൊളിയാണ്. ഇപ്പോൾ ആ ഹ്യൂജ് ലയബിലിറ്റി അതെല്ലാം പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാർ അതൊക്കെ എല്ലാം ക്ലിയർ ചെയ്തു. ചെറിയ ചെറിയ ഇടപാടുകളുണ്ട്. അത് ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് ഇപ്പം ഇമ്പ്രൂവ് ആയി മാറി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഉണ്ടായിരുന്ന വാഹനം ആളുകൾ കൊണ്ടുപോയതാണ്. കൊണ്ടുപോയത് മീൻസ് തീരുമാനമാക്കിയതാണ്. രണ്ടാമത് എടുത്തതും അതേ അവസ്ഥ വന്നു. പിന്നീട് ഞാൻ സെക്കൻഡ് ഹാൻഡ് കാറാണ് പർച്ചേസ് ചെയ്തത്. കാരണം പെട്ടെന്ന് ആൾക്കാർ എൻ്റെ കയ്യിൽ പുതിയ കാറൊക്കെ എടുത്തെന്ന് അറിയുമ്പോഴത്തേക്ക് വിഷയമായിട്ട് മാറും, പ്രശ്നമായിട്ട് മാറും എന്ന് അറിയുന്നതുകൊണ്ട് ഇന്ന് വളരെ പ്രൗഡാണ്. ഇന്ന് 63 ലക്ഷം രൂപ വില വരുന്ന Audi Q3 ബ്ലാക്ക് കാർ ഞാൻ പർച്ചേസ് ചെയ്തു. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ വീട്ടിലുള്ളവരുടെ ബന്ധത്തിലുള്ള ആൾക്കാരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയുണ്ട് ഇപ്പം ഈ ഒരു അച്ചീവ്മെൻ്റ് എത്തി നിൽക്കുന്ന സമയത്ത്? അന്ന് മിണ്ടാത്തവരൊക്കെ ഇന്നിപ്പോൾ നല്ലോണം അങ്ങോട്ട് സംസാരിക്കാൻ വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് എടുത്തില്ലല്ലോ, ഓലും ഇങ്ങോട്ടേക്ക് കയറി സംസാരിക്കാൻ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു വാല്യൂ ശരിക്കും ഇപ്പോഴാണ് കിട്ടിയത്. അപ്പം എന്തായാലും പണം ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ
നമ്മളെപ്പോഴും പറയുന്നത് ഇൻഡസ്ട്രി വൈസ് എ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി. റൈറ്റ്. സോ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന അല്ലെങ്കിലും എന്താ പറയുക പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. ഓൾറെഡി വലിയ പ്രതിസന്ധികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ഈ ആളുകളോടായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളൊരു ഒരു വാല്യുബിൾ മെസ്സേജ് എന്താണ്? ഞാൻ നല്ല മടിയനാണ്. ഒന്ന്, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള ആഗ്രഹമുള്ള ഒരാളുമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തൊക്കെയോ ചെയ്തു നോക്കി, എല്ലാം പണി കിട്ടിയതാണ്. പക്ഷേ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, ഒരു 3 വർഷം 4 വർഷം കൊണ്ട് ലൈഫ് സെറ്റിലാക്കാൻ പറ്റും വിവ ചെയ്താൽ. അത് മടിയന്മാരാണെങ്കിൽ ഏറ്റവും നല്ലത് വിവ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഇപ്പോൾ കടങ്ങളായിക്കോട്ടെ, വലിയ ഡ്രീംസ് ആയിക്കോട്ടെ, എന്താണോ നമ്മുടെ ആഗ്രഹം, പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന എല്ലാം ഞാൻ വിശ്വസിക്കുന്നു 1 രൂപ ചിലവില്ലാതെ വിവയിലൂടെ നേടാം. ജോലിക്ക് പോയാലും എന്നും ജോലിക്കാരനാണ്, എന്നാലും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ സ്വപ്നങ്ങളുണ്ടാവും. തുടക്കത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താവും. പക്ഷേ നമുക്കാണെങ്കിൽ വലിയത് കൊത്താൻ ആഗ്രഹമുണ്ട്, കൊക്കിനാട് വലുപ്പമില്ല. പക്ഷെ വിവയിൽ വന്നപ്പോൾ കൊക്ക് വലുതാക്കാനുള്ള സംഭവം കിട്ടി, അഥവാ ഡ്രീംസ് വലുതായി കാണാൻ പറ്റി, അതിനുള്ള വരുമാനം കിട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ടായി. അപ്പോൾ ഏതൊരാൾക്കും ഒരു 3-4 വർഷം കൊണ്ട് ലൈഫ് സെറ്റിലാക്കാൻ പറ്റും വിവ ചെയ്താൽ. അപ്പം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു മേഖല ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ള ഉത്തരം ഓൺലി ഇൻഡസ്ട്രി. എന്തായാലും വളരെ സന്തോഷം. നിങ്ങളുടെ ഈ ഒരു ഇൻസ്പയറിങ് വിവ ജേർണി ഒരുപാട് ആളുകൾക്കൊരു കണ്ണു തുറപ്പിക്കലായിരിക്കും ശരിക്കും. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും അടിയറവ് വയ്ക്കാനുള്ളതല്ല. പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും എന്താ പറയുക എസ്കേപ്പ് ചെയ്യാനുള്ളതല്ല ലൈഫ് എന്ന് പറയുന്നത്. ആ പ്രതിസന്ധികളെ വിജയത്തിൻ്റെ ചവിട്ടുപടിയാക്കി, നമ്മുടെ ഒരു ചാൻസ് ആക്കി ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ വിജയിക്കാൻ തന്നെയുള്ളതാണ്. അതിനുള്ള ഏറ്റവും വലിയൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു റോൾ മോഡൽസ് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും. എസ്പെഷ്യലി വിവ. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഫാമിലി ഓറിയൻറ്റഡ് ബിസിനസ്. നിങ്ങൾ ഒരുമിച്ച് നിന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ പറ്റിയത്. അതിന് വിവ ഒരു കാരണമായി എന്നതിൽ വളരെയധികം ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ സച്ച് എൻ ഇൻസ്പയറിംഗ് ജേർണി. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ വളരെ വേഗതയിൽ എത്തണം. ഒരുപാട് ഇനിയുള്ള ആളുകൾക്കുള്ള ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളുമായിട്ട് നമുക്ക് ഇനിയും കാണണം, സംസാരിക്കണം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇവിടെ സംസാരിക്കാൻ പറ്റിയതിനും ഈ നല്ലൊരു നിമിഷം തന്നത് വളരെ സന്തോഷം. ഈ ഒരു നിമിഷം എൻ്റെ സ്റ്റോറി പറയാൻ പറ്റിയെന്നുള്ളത്, അതുപോലെ തന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ ലീഡേഴ്സായിട്ട് അപ്ലൈ ലീഡേഴ്സായിട്ടുള്ള ഉനീസ് സാറ്, ഗഫൂർ സാറ്, ജോബി സാറ്, അതുപോലെ എൻ്റെ കൂടെ കട്ടക്ക് നിന്നിട്ടുള്ള എൻ്റെ എല്ലാമായിട്ടുള്ള രാജേഷ് കുമാർ സാർ, അതുപോലെ അലി സാറ്, അതുപോലെ എല്ലാത്തിലും എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രതിസന്ധി, ഒരു പ്രയാസം, സങ്കടം വരുന്ന സമയത്ത് ആ മനുഷ്യനുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ധൈര്യമാണ്. ജീവാൻ സാറ്. അപ്പോൾ എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷത്തിൻ്റെ ഈ നിമിഷത്തിൽ നന്ദി പറയുകയാണ്. അതുപോലെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നിട്ടുള്ള, അവസരം തന്നിട്ടുള്ള ഇൻഡസ്വ കമ്പനി ബിഗ് താങ്ക്സ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ടോട്ടൽ ടീം, ഇവർക്ക് ഞാൻ ബിഗ് താങ്ക്സ് പറയുകയാണ്. ഇന്ന് ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ടീമും കൂടിയാണ് ഞാൻ എത്താനുള്ള കാരണം. താങ്ക് യു ടീം. വളരെ സന്തോഷം ഇന്ന് ഈ ഒരു സമയം എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ. ഈ ഒരു അവസരം തന്ന, എന്നെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുള്ള ഇൻഡസ്വ കമ്പനിക്കും താങ്ക്സ് പറയുകയാണ്. താങ്ക് യു സോ മച്ച്.